ഈ ഒരു മെഷീൻ ലേണിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ്സെറ്റാണ്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ആസ് എ മെഷീൻ ലേണിംഗ് ഒരു ഹോൾ വേൾഡ് ആണെങ്കിൽ അതിലുള്ള ഒരു എന്താ പറയുക, നമുക്ക് പറയാം ഒരു കോണ്ടിനെൻ്റാണ് ഈ ഒരു ഡീപ്പ് ലേണിംഗ്. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ആക്ച്വലി വർക്ക് ആവുന്നത് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചാണ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ്ലി ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻസിന് നമുക്ക് പറയാം. ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ബ്രെയിൻ വർക്ക് ആവുന്നത് നമ്മുടെ ബ്രെയിനിൽ ബില്യൺസ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോൺ മറ്റേ ന്യൂറോണിനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കണക്റ്റഡ് ടു ഈച്ച് അതർ ഒരുപാട് ന്യൂറോൺസ് ഇങ്ങനെ കണക്ട് ചെയ്താണ് ഈ ഒരു നമ്മുടെ ബ്രെയിൻ വർക്കാവുക. ബേസിക്കലി സിഗ്നൽസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റേതിലേക്ക് ഇങ്ങനെ പാസ്സാവും. സെയിം കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതായത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടാവും. ലെയേഴ്സിൽ ഓരോ നോഡ്സും ഓരോ ലെയേഴ്സിലേക്ക് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് അറ്റ് ദ എൻഡ് ഒരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു എൻറ്റയർ മോഡലാണുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിലെല്ലാം നോഡ്സ് ആർ ന്യൂറോൺസിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ഡീപ്പ് ലേണിംഗിൽ വരിക. അപ്പോൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ വിഷൻ അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലൊക്കെ NLPയിലൊക്കെയാണ് ഈ ഒരു ഡീപ്പ് ലേണിംഗ് വരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൊബൈൽസിലൊക്കെ കാണുന്ന രീതിയിൽ ഫേസ് റെക്കഗ്നിഷൻ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ നമ്മുടെ ട്രാൻസ്ലേറ്റ് കാര്യങ്ങളൊക്കെ വർക്കാവുന്നത് ഈ ഒരു ഡീപ്പ് ലേണിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് അതിൽ പഠിക്കും. അതിലൊരു സിംപ്ലസ്റ്റ് ടൈപ്പാണ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് ഡേറ്റ നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഫീഡ് ഫോർവേഡ് അല്ലെങ്കിൽ മൂവ് ആവുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ വരും. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷനിലാണ് ന്യൂറൽ നെറ്റ്വർക്ക് ആക്ച്വലി പഠിക്കുക. അതായത് ആദ്യം പ്രഡിക്ഷൻസ് ചെയ്യും, എറേഴ്സ് വരും. ആ എറേഴ്സ് വന്നപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ന്യൂറൽ നെറ്റ്വർക്ക് അതിൻ്റെ വെയ്റ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതിലൂടെ ഈ എറേഴ്സ് ഇത് എന്താ ചെയ്യും, മിനിമൈസ് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നടക്കുക. ആ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആൽഗോരിതമാണ്. എങ്ങനെയാണ് ഈ വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, ആ ഒരു സംഭവമാണ് ഈ ഒരു ബാക്ക് പ്രൊപ്പഗേഷനിൽ വരിക. പിന്നെ തേർഡ് വണ്ണാണ് വരുന്നത് കോൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന്, അല്ലെങ്കിൽ CNN എന്ന് പറയാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇമേജ് ഡേറ്റാസിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇമേജസിൻ്റെ എഡ്ജസും ഷേപ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. മാത്രമല്ല നമ്മുടെ ഇമേജസിലുള്ള കോംപ്ലക്സ് ഒബ്ജക്റ്റിനൊക്കെ ഇതെന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും അറ്റ് ദ എൻഡ്. പിന്നെ വരുന്നത് റിക്കറിംഗ് ന്യൂറൽ നെറ്റ്വർക്ക്. റിക്കറിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ സീക്വൻഷ്യൽ ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യും. അതെങ്ങനെ? അതായത് കറണ്ട് നോഡിൽ പ്രീവിയസ് നോഡിൻ്റെ എന്താണ് മെമ്മറീസ് ഉണ്ടാവും. പ്രീവിയസ്ലി എന്താണ് നടന്നത്, അതായത് പാസ്റ്റിനെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന കെപ്പബിളായ സംഭവമാണ് ന്യൂറൽ നെറ്റ്വർക്ക്. അതായത് പ്രീവിയസ്ലി വാട്ട് ഹാപ്പൻഡ്, പ്രീവിയസ് ഡേ എന്താണ് സംഭവിച്ചത്, ആ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു RNN വർക്കാവുക. അപ്പോൾ ഈ ഒരു ഡീപ്പ് ലേണിംഗ് ഫ്രെയിം വർക്ക്സിൽ, അപ്പോൾ ഡീപ്പ് ലേണിംഗ് ക്രിയേറ്റ് ചെയ്യാൻ മെയിനായിട്ട് വരുന്ന ഫ്രെയിം വർക്ക്സാണ് ഒന്ന് പൈടോർച്ചും അതേപോലെ തന്നെ ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൈടോർച്ച് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് ഒരു ബിഗിനർ ലെവലിൽ വരും. പിന്നെ ടെൻസർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ടെൻസർ ഫ്ലോ എന്ന് പറയുമ്പോൾ മോർ ഓഫ് ലൈക്ക് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ റെഡി ഫ്രെയിം വർക്ക് എന്ന് പറയാം.